ಅಸ್ಸಲಾಮ್ ಅಲೈಕುಮ್. ಚಿನ್ನಿ ಸೆಡ್ಪ್ಕಾರಲ್ಲಿ ಇಂಡತ್ತು റെസിപ്പി എന്ത് വെച്ചെന്ന് നോക്കാം. പനീർ ഫ്രൈഡ് റൈസും പിന്നെ എഗ് പെപ്പർ ഫ്രൈയും ആക്കിയത് ചുമ്മാ നല്ല ടേസ്റ്റ് അവിടവ. ഇത് മക്കൾക്ക് ಲಂಚ್ ಬಾಕ್ಸ್ ಕೊಡ್ಕೋಮ್ ಚೆನ್ನ ಪಲ್ತವರು ಫುಡ್ ಇದು ಪೇಣ ಹಾಕ್ಡೋಚಂತ ನೋಕ್ಕ. ಇದಕ್ಕೆ ನಾನು ತೆಲ್ಲ ಬೆಲಿಯೋರು ಬಣ್ಣಲೆ ಪಲ್ತ വെച്ചിട്ട് ಅದಕ್ಕೆ ಈ ಪನೀರ್ ಪ್ಯಾಕೆಟ್ಲಿ കിട്ടും. ഇങ്ങനെ പീസായിട്ട് ഇല്ലെങ്കിൽ ഈ ഫുള്ള് പീസും കിട്ടും. അരണങ്ങ ಬೇನಾಯ್ಪಲೆ ಕಟ್ಟಾಕ ഇങ്ങനെ ഇത് കട്ടാക്കിയതേ കിട്ടിയത്. ಇದ್ರು ನಾನು ಚೆಮ್ಮೆ ಹಾಕಿಲ್ಲ. ಇದು ഒരു 3-4 ಬೇನೆ ಹತ್ರ ಹಾಕಿಡು. ಅದಕ್ಕಾದ್ರೆ ഒരു 200 ಗ್ರಾಮ್ടെ ഒരു ಪ್ಯಾಕೆಟ್ರೆ ഒരു പാതി ಪ್ಯಾಕೆಟ್ ಹತ್ರ എടുത്തോണ്ട്ರೆ. ഇപ്പോൾ വലിയൊരു ബണ്ണലെ തെല്ല് വലിയ പലത്തമേ ഒരു ബണ്ണലെ വെച്ചിട്ട് ಅದಕ್ಕೆ 2 ಚಮಚ ಎಣ್ಣೆ 1 ಚಮಚ ನೆಯ್ಯಿ ಇಟ್ಟಿട്ട് ಈ ಪನೀರ್ ಅದಕ್ಕಿಟ್ಟಿട്ട് ಫ್ರೈ ಹಾಕ್ಕೊಂಡು ಈ ಫ್ರೈ ಹಾಕೋ ಬೇಯ್ಕೊಂಬತ್ತು ഒരു തെല്ല് ഉപ്പിടണം ഈ പനീർക്ക്. എന്തിച്ചെന്നെങ്കിൽ ഉപ്പ് തെല്ല് പിടിച്ചെങ്കൊണ്ടല്ലേ അത് ഞങ്ങൾ തിന്നുമ്പത്തു നല്ല വിടും. തെല്ല് ഈ എണ്ണയിൽ കാച്ചുണ്ടെങ്കിൽ തെല്ല് സോഫ്റ്റ് പ്ലേറ്റ് തെല്ല് ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റ് ഇക്കടും. ഇതിരിപ്പോൾ തെല്ല് ചുവപ്പ് കളർ അവിടെ കൊടുത്തെല്ലാം ഫ്രൈ ആക്കിയിട്ട് ഇതിൽ എണ്ണയുടെ എടുക്കണം. ഇതൊരു സൈഡ് വെച്ച് വിടാം. ഇപ്പം അതേ എണ്ണയ്ക്ക് ഒരു ലെറ്റസൽ വെല്ലുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 3-4 കായ്മുളക് ഞങ്ങൾ ಖಾರ എത്ര വേണം നോക്കിയിട്ട് അത്ര ഇടണം. പിന്നെ ഒരു തെല്ല് മസാലപ്പൊടിയെല്ലാം ഇടുകയുമുണ്ട്. ಅದಕ್ಕೆ ಇಟ್ಟು ಇದ್ರ ತೆല്ല് ಸಪೂರ ಕಟ್ಟಾಕಿಟ್ಟು ಈ ಎಣ್ಣೆಗೆ ಇಟ್ಟಿಟ್ಟು ಇದ್ರ ತೆല്ല് ഫ്രൈ ಹಾಕ್ಕೊಂಡು അത് ഫ്രൈ ആയാൻ വരുമ്പോഴത്തേക്ക് ഇതൊരു പാതി ഒരു ചെറിയൊരു പീസ് ക്യാബേജ്, ഒരു 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പാതി ക്യാപ്സിക്കം, പിന്നെ ഒരു നീರುಳ್ಳಿ ಅದರೆಲ್ಲ ಸಪೂರ ಕಟ್ಟಾಕಿಟ್ಟು ಈ ಎಣ್ಣೆಗೆ ಇಟ್ಟಿಟ್ಟು ತೆಲ್ಲು ಫ್ರೈ ಹಾಕ್ಕೊಂಡು ಫ್ರೈ ಹಾಕಿಟ್ಟು ಚೆನ್ನಾಗಿ ಚಮ್ಮೆ ಬೇವತ್ತಿರೋದು ತೆಲ್ಲು ಸಾಫ್ಟಾಗಿ ಅಮ್ಮಯ್ಯವಡು ಚಮ್ಮೆ ಬೆಂದ ಸತ್ಗರ್ ஒரு ನಮ್ಮನಪ್ಪಲವಡು ಅದ್ರ ஒரு ತೆಲ್ಲದು ಏನು ತಿನ್ನುಂಬತ್ತು ಈ ರೈಸ್ ರೊಟ್ಟಿಗೆ ತೆಲ್ಲು ಕರಕುರುಪಲೆ അങ്ങനെ ഇക്കണം ഒരു തെല്ല്. ഇതിപ്പോൾ ഇതിക്കിട്ടിട്ട് ഇതിലൊരു തെല്ല് ബാടണം. ಇದಕ್ಕೆ ചോറാണ് ഒന്നാ പച്ചരിടോ ഇല്ലെങ്കിൽ നെയ്ച്ചോറി ഇല്ലെങ്കിൽ ബിരിയാണിയുടെ അരിടോ ചോറാക്കിയിട്ട് തെല്ല് ഉದುರುಪಲೆ ಹಾಕಿಟ್ಟು ಬೇಯ್ಕೊಂಡು ತೆല്ല് നല്ല ಬೇಪಾಟಿ ಮಣ್ಣಿಪಲೆ ಹಾಕ್ಕೋತೀರ അങ്ങനെ നല്ല ഓടും. ಇಲ್ಲಂಟ ಹೆಂಗೆ ನಂಗೆ നെയ്ച്ചോರೆಂದು ಹಾಕಿಟ್ಟಿನ್ನೆಂಗೆ ಇಲ್ಲ ಬಿರಿಯಾನಿಗೆ ചോറെല്ലാം ಹಾಕಿಟ್ಟಿನ್ನೆ ಯಾರಾಯ್ತು ಇಕ್ಕಡಲ್ಲಿ ಅದಪ್ಪ ಇಂದ್ರ ಹಾಕ್ಕೊಡೋ ಹೊಂಟೋಡು ಖಾಲಿ ಉಣ್ಣೋಗಲ್ಲೇ പിന്നെ വേസ്റ്റ് പോലെ ആവണ്ടല്ലേ അങ്ങനത്തെ ചോറിനെങ്ങ് നല്ല. ಇದಕ್ಕೆ ನಾನು ಇಟ್ಟರು നെയ്ച്ചോറ് ಹಾಕಿയത് ಒಲಿഞ്ഞിಟ್ಟಿಂತು ಅದನ್ನ ಬೆಚ್ಚಿ ಬಿಟ್ಟನ್ನೆ ಫ್ರಿಜ್ಜಿൽ. ಆದರೂ ಎಡ್ತಿಟ್ಟು ತೆಲ್ಲು ಚಪ್ಪೆ ಆಯಿಲ್ ಪಿನ್ನೆ ಚೆನ್ನಾಗಿ ಐಸ್ ತೆಲ್ಲು ಪೋಯಲ್ ಪಿನ್ನೆ ಫಸ್ಟಿಗೆ ನಂಗೆ ಇದು ಹಾಕೊಂಬತ್ತು എടുത്തിട്ട് ഫസ്റ്റിಗೆ ಪರ್ತು വെച്ചിട്ട് ಇಕ್ಕೊಂಡು ಫ್ರಿಜ್ಜಿൽ അപ്പം ഐസും പോയിട്ട് ഇക്കടല്ലേ. അപ്പം ಇದ್ರ ಈ ನಂಗೆ ಮಸಾಲೆ ಎಲ್ಲ ಹಾಕೊಂಬತ್ತು ಅದು ಐಸ್ പോയിട്ട് ഇക്കಡೆ ಅದ್ರಪ್ಪ ಇದಕ್ಕಿಡೋಣ. ഇത് ചോറിട്ടിട്ട് ಇದಕ್ಕೆ ഒരു തെല്ല് മഞ്ഞളുടെ പൊടി, ഒരു തെല്ല് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ചമച്ച തെല്ല് വലിയ ചമച്ച സോയാ സോസ്, ഒരു തെല്ല് ചെറിയ ചമച്ച ചില്ലി സോസ് ഇടണം. പിന്നെ വേണമെങ്കിൽ തെല്ല് ടേസ്റ്റ് തക്കണ ഉപ്പിടണം. ಚೆನ್ನಾಗಿ ചോറിൽ ഉപ്പിക്കട് മസാലയ്ക്ക് തക്കണ ಬೇನೆ എത്ര തെല്ല് ഉപ്പിട്ടിട്ട് അവർക്കെല്ല നല്ല അടിമേലെ ಹಾಕ್ಕೊಂಡು ഇപ്പം ഞങ്ങൾ കാച്ചി വെച്ചോ ഫ്രൈ ആക്കി വെച്ചോ പനീർ ಇದಕ್ಕಿಟ್ಟಿട്ട് അവർക്ക് നല്ല മിക്സ് ಹಾಕ್ಕೊಂಡಿದ್ದು തീ തെല്ല് ജോറിಕ್ಕೊಂಡಿದ್ದು. ಫ್ರೈಡ್ ರೈಸ್ಗೆಲ್ಲ ನಂಗೆ തീ ಜೋರು വെച്ചിട്ട് ಅದರವರ್ಕ നല്ല ಅಡಿಮೇಲೆ ಹಾಕಡಲ್ಲಿ ಜೋರು തീ ಇನ್ನಿಟ್ಟು ಈ ಮಸಾಲೆ പിന്നെ ഇത് ಪನೀರ್ ಈ ചോറ് ಎಲ್ಲ ಒಟ್ಟಿಗೂ ಅದಕ್ಕೆ പിടിക്കിടപ്പಲೆ ಎಲ್ಲ ಒಟ್ಟು ಸೆಟ್ಟ ಹೊಡಪಲೆ ಜೋರು തീ വെച്ചിട്ട് ഒരു 2 ನಿಮಿಷ ಇದ್ರೆ നല്ല ಮಿಕ್ಸ್ ಹಾಕ್ಕೊಂಡು അപ്പം ഇത് ಎಲ್ಲ ಇದಕ್ಕೆ ಬಲ್ಚಿಟ್ಟುಂಡಲ್ಲೇ നല്ല ಇಟ್ಟಿಕ್ಕಡು. ಇದು നല്ല ಟೇಸ್ಟ್ ಮಾಡು ಈ ചോറ്. ಬೇನೆಂಗೆ ಚಿಕನ್ ತಿನ್ನೆಂಗೆ ഒരു 2 ಪೀಸ್ ಚಂದ ಸಪೂರ ಎರಿഞ്ഞിട്ട് ಇದರೊಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಹಾಕ್ಯಲ್ಲ ಅದು ಇನ್ನೂ നല്ല ಟೇಸ್ಟ್ ಆಡು. ഇത് മുട്ടയുടെ പെപ്പർ ഫ്രൈ ಹಾಕೋದು ഒരു ಎಡೆ ಗ್ಯಾಸಲ್ಲಿ വെച്ചിട്ട് ಅದಕ್ಕೆ ഒരു ಚಮಚದ ಹತ್ರ ಎಣ್ಣೆ ಬಿತ್ತണം. ಅದಕ್ಕೆ ഒരു ನೀರುಳ್ಳಿ, പിന്നെ ഒരു തെല്ല് ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് തിന്നെങ്കു ഇട ഇല്ലാണ്ട ಹೆಂಗೆ ತೆಲ್ಲು ಸಪೂರ ಕಟ್ಟಾಕಿಟ್ಟು ಇಡ. ಒಂದು ಜುಂಡು ಕಾಯ್ಮುಳಗು ಸಪೂರ ಕಟ್ಟಾಕಿಟ್ಟು ಅದು ಇಟ್ಟಿಟ್ಟು ಇದರ ತೆಲ್ಲು നല്ല ಫ್ರೈ ಹಾಕ್ಕೊಂಡು ಇದಕ್ಕೆ ചെറിയൊരു ടൊമാറ്റോ ഇട്ട് ನಾನು ഒരു 3-4 മുട്ടയുടെ ಹಾಕೋಗ ಇಟ್ಟು
തെല്ല് ഇത് നല്ല ഫ്രൈ ആക്കിയാൽ പിന്നെ ಇದಕ್ಕೆ ഒരു തെല്ല് ടേസ്റ്റ് തക്കണ ഉപ്പിടണം ഒരു തെല്ല് മഞ്ഞൾപ്പൊടി ഇത് തെല്ല് ഗരം മസാലപ്പൊടി ചെന്നെങ്കിൽ അതിലെ ಎಲ್ಲ ಬಡಿಸಪ್ಪು പിന്നെ ഈ പെപ്പർ എല്ലാം ഉണ്ട് നല്ല മുളകെല്ല അത് ഒട്ടുകിട്ടിട്ട് പൊടിച്ചത് ആ പൊടി ഇട്ടു ഇപ്പോൾ തെല്ല് മുളക് പൊടി ഇടണം ഇട്ടിട്ടെಲ್ಲ ಒಟ್ಟಿಗೆ നല്ല ಮಿಕ್ಸ್ ಆಕಿಟ್ಟು ಈ ತೆಲ್ಲ നല്ല ಮಸಾಲೆ ಎಲ್ಲ ತೆಲ್ಲ നല്ല ಸಾಫ್ಟ್ ಆವಣಿದು ഇപ്പോൾ ഇതിങ്ങനെ നല്ല മസാല ಎಲ್ಲ ಫ್ರೈ ಆयल പിന്നെ ಈ മുട്ട ನಂಗೆ ಬೇಪಟ್ಟಿ ಬಿಚ್ಚಿಟ್ಟಿಕ್ಕಡ ಅದ್ರ ಚಂದ ಕಟ್ಟಾಕಿಟ್ಟು ಇದಕ್ಕಿಟ್ಟಿಟ್ಟು ತೆಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಮೇಲೆಗೆ ಇಟ್ಟಿಟ್ಟು ಇದರ നല്ല ಒಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಹಾಕ್ಕೊಂಡು ಇದು ಚಮ್ಮಸ್ಲ ಬತ್ಲಾಕೋಡು ಟೇಸ್ಟ್ ಮಾಡಿ നല്ല ಇಕ್ಕಡು ಆ ಫ್ರೈಡ್ ರೈಸಿಗೆ ಇದು ಸೈಡಿಗೆ നല്ല ಉಡು ಬೇಗ ಆವಡು ಆ ಫ್ರೈಡ್ ರೈಸ್ ಮಾಡಮೆ ಬೇಗ ಆವಡು ಇದು ಮಾಡಮೆ ಜಂಡು ಒಟ್ಟಿಗೆ ഒരു 10-20 ನಿಮಿಷತ್ತೊಳಗೆ ಹಾಕಿಟ್ಟಿಟ್ಕೋಗೋಡು ഇപ്പോൾ ಈ ಫ್ರೈಡ್ ರೈಸ್ ಮಾಡಮೆ ಇದಕ್ಕೆ ಮೇಲ್ಗೆ ತೆಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟಿಟ್ಟು ಅವಕ್ಕೆ നല്ല ಮಿಕ್ಸ್ ಹಾಕ್ಕೊಂಡು ಪನ್ನೀರ್ ನಡ್ಲು ತಿನ್ನೋಕಿಟ್ಟುಂಬಂಡಲ್ಲೇ ಚುಮ್ಮ നല്ല ಟೇಸ್ಟ್ ಆವಡು ಅದು ನಂಗೆ ಚೆನ್ನಾಗಿ ತೆಲ್ಲ ಉಪ್ಪಿಟ್ಟಿಟ್ಟು ತೆಲ್ಲ ಎಣ್ಣೆಲ್ಲ ಫ್ರೈ ಹಾಕಿಯದಲ್ಲೇ നല്ല ಟೇಸ್ಟು ಇಕ್ಕಡುದು ഒരു ചപ്പ പോലെ ആവില്ലേ ഇതിപ്പോൾ ഞാൻ സെർവ് ആക്കിക്കൊണ്ടുള്ളൂ ಇದು ಬೇಗ ಆವಡುತ್ತಲೈಟ್ ನಂಗೆ ಬೇಗ ಫಸ್ಟಿಗೆ ಹಾಕಿ ಬಿಕ್ಕೋತೀರ ನಂಗೆ ಉನ್ನಡಕ್ಕೆ ഒരു ಅರಗಂಟೆ ಮುನ್ನಲ್ಲಿದ್ದರೆ ಹಾಕಿಟ್ಟು ಬೆಚ್ಚಮೆ ಉಂಡೆಗೊಂಡಲೆ ಬಾರಿ നല്ല ಟೇಸ್ಟ್ ಆವಡಿದು ಈ ರೆಸಿಪಿ ನಿಮಗೆ ಇಷ್ಟ ಬರ್ಕ ಟ್ರೈ ಹಾಕಿ ನೋಕ್ರು ಆಮೇಲೆ ಈ ವಿಡಿಯೋ ನಿಮಗೆ ಇಷ್ಟ ಲೈಕ್ ಹಾಕ್ರು ಶೇರ್ ಹಾಕ್ರು ಸಬ್ಸ್ಕ್ರೈಬ್ ಅವರು ಮುಟ್ಟತ್ಲಿನ ಬೆಲ್ ಬಟನ್ ಪ್ರೆಸ್ ಹಾಕ್ರು ಅಸ್ಸಲಾಮ್ ಅಲೈಕುಮ್ ಜಜಾಕಲ್ಲಾಹು ಖೈರ್.